നമസ്കാരം. ദൈവവും എൻ്റെ ഗുരുവും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം എൻ്റെ ഗുരുവിനെ നമസ്കരിക്കും. കാരണം എനിക്ക് ദൈവത്തെ ആദ്യമായി കാണിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്. ഇത് പറഞ്ഞത് സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കറുകുറ്റി സെൻറ്റ് തോമസ് UP സ്കൂളിലാണ്. ഈ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. ആ കാണുന്ന സ്റ്റേജിൽ ഞാൻ കുറേ മുക്കാബലയൊക്കെ കളിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്ന് ഇരിക്കാനുള്ള കാരണം ഇന്നലെ നടന്നൊരു സംഭവമാണ്. എൻ്റെ അപ്പച്ചനും അമ്മയും പറഞ്ഞു, എടാ നമുക്കൊരു സ്ഥലം വരെ പോകണം, നീ വേറെ പരിപാടിയൊന്നും ഏറ്റെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഈ കട്ടപ്പ ബാഹുബലിനെ കൊള്ളുന്ന കാര്യമൊക്കെ സിനിമ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോടക്ക പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളോട് പറഞ്ഞു. പിന്നെ വേണ്ടെന്ന് വെച്ച് ഞാൻ പുള്ളിയുടെ ഒപ്പം പോയി, അപ്പനമ്മയോടൊപ്പം. ഒരു കന്യാസ്ത്രീ മഠത്തിലാണ് പോയത്. കാരണം എൻ്റെ അമ്മ പഠിച്ചതൊരു മഠത്തിലെ സ്കൂളിലാണ്. അവിടെ ചെന്നപ്പോൾ 95 വയസ്സുള്ളൊരു കന്യാസ്ത്രീ അവരെൻ്റെ അമ്മയെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. അവരിങ്ങനെ വെച്ച് നടക്കുന്നു. അമ്മ പോയി അവരുടെ കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്നു. ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നു. ഓർമ്മ കിട്ടിയില്ല. അവസാനം അന്നംകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്തൊക്കെയൊരു ഓർമ്മകൾ. അത് കഴിഞ്ഞ് അമ്മയെ പഠിപ്പിച്ച മലയാള അധ്യാപിക അവരെ കണ്ട് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഒരു കവിത പാടി, ഒരു മലയാളം കവിത. അതിൻ്റെ എസെൻസ് ഇങ്ങനെയാണ്: സർവ്വതും കടന്നു പോകും, കൂടെയുള്ളത് അവസാനം വരെയുള്ളത് ഈശ്വരവിശ്വാസം മാത്രം എന്നൊരു കവിത. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക 4-5 വരികൾ. ഇതൊക്കെ കണ്ട് ഇരുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നൊസ്റ്റാൾജിയ കയറി തലക്കടിച്ചു. എൻ്റെ അധ്യാപകരെക്കുറിച്ച് ഞാൻ ഓർത്തു. ഇപ്പോൾ ഈ സ്കൂളിൽ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. ഇന്ന് ബൈക്ക് കൊടുത്ത് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ കളിച്ചു വളർന്നതും നമ്മുടെ നന്മകളൊക്കെ ഒരു മെച്യൂരിറ്റി ഈസ് ഓൾ അബൌട്ട് ലൂസിങ് യുവർ ഇന്നസെൻസ് എന്നൊക്കെയാണ് പറയാം. ഒരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇവിടെ അറിയുമ്പോൾ നമ്മൾ ഭയങ്കര നിഷ്കളങ്കനൊക്കെ ആയിരുന്നു. കുറേ നന്മകളൊക്കെ നമുക്ക് കളഞ്ഞു പോയത് ഈ വിദ്യാലയത്തിൻ്റെ പടികൾ ഇറങ്ങിയപ്പോഴാണ്. ഇവിടുത്തെ ക്ലാസ്സിൽ നിന്ന് ഒരിക്കൽ എന്നെ പുറത്താക്കിയതൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ഒരു ടീച്ചർ പറയായിരുന്നു, മദർ തെരേസയെ കണ്ടുപഠിക്കൂ, അവരൊത്തിരി നന്മ ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ആയുസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് മദർ തെരേസ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ മദർ തെരേസ ഹോസ്പിറ്റലിലാട്ടോ, കൂടി വന്ന് അടുത്ത ശനിയാഴ്ച വരെ എന്നൊരു കമൻറ്റ് ഞാൻ അടിച്ചു. അവരെന്നെ പിടിച്ച് അവർ കൊടിമരം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്നെ മുട്ടുകുത്തിച്ചിരുത്തിയായിരുന്നു. പഴയ നമ്മുടെ അധ്യാപകരൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പഴയ അധ്യാപകരൊക്കെ ഒന്ന് കാണാൻ. അതുപോലെ നിങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്താണ് നിങ്ങളുടെ പഴയ സ്കൂളെങ്കിൽ ഒന്ന് പോയി കാണുന്നേ, സ്കൂളിൽ പോയി ഒന്നിരിക്കും. നിങ്ങൾ ദുബായ് പുറത്തൊക്കെ ആണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഒന്ന് പഴയ വിദ്യാലയത്തിൽ പോയിരിക്കും. ഞാൻ ഈ ഇരിക്കുന്ന പടികളിലൊക്കെ ഇരുന്നാണ് പണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് കളിച്ച് നടന്നിട്ടുള്ളത്. ഈ വന്ന വഴി മറന്നവന് മുമ്പോട്ടുള്ള വഴിയും അജ്ഞാതമായിരിക്കുന്നൊരു വാചകമുണ്ട്. നമ്മൾ നടന്ന വഴികളിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകുന്ന നല്ലതാണ്. പഴയ അധ്യാപകരൊക്കെ കണ്ട് ടീച്ചറെ സുഖമാണോയെന്ന് ചോദിക്കുക, ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക. എന്തോ വലിയ അനുഗ്രഹം അവരുടെ ആ ഒരു കൈവച്ചുള്ള മോനെ നന്നായി വരും എന്നുള്ള വാക്കിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചാർലി സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ കയറി ഒരു സർപ്രൈസൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന പ്രകാശത്തിലും വെളിച്ചത്തിലൊക്കെയാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോണേന്ന്. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇടിച്ചു കയറുന്നേ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമുക്ക് സൗഹൃദം തന്ന് നമ്മളെ അനുഗ്രഹിച്ച, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ അടുത്തുനിന്ന് പോയി ഒന്ന് കണ്ട്, ഒന്ന് പ്രാർത്ഥിച്ച്, നമസ്കരിച്ചൊക്കെ ഒന്ന് തിരിച്ചു വരും. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു മൂഡിൽ ചെയ്ത വീഡിയോ ആണ്. ഗോ ബാക്ക്.